പ്രിയപ്പെട്ടവരെ, ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ അതിഥി നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ ആദ്യമായിട്ടാണ് വരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റാരുമല്ല, CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും DYFI നേതാവുമായ ചിന്ത ജെറോമാണ്. ചിന്തയെ നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ചിന്ത, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. വെരി ഗുഡ് മോർണിംഗ് സേതു, എന്തുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തുണ്ട് വിശേഷം? ഇവിടെ കൊച്ചിയിൽ മഴയാണ്, കൊല്ലത്ത് മഴയുണ്ടോ? മഴ ഇടയ്ക്കുണ്ട്. ഇപ്പൊ ഇന്ന് മഴയില്ല, ഇന്ന് വലിയ വളരെ സമാധാനമായ അന്തരീക്ഷമാണ്. ഓക്കെ ചിന്ത, ഞാനേ ഇപ്പം നമ്മുടെ വാർത്തകളിലേക്കും വിഷയങ്ങളിലേക്കും വന്നാൽ ഇപ്പം നമുക്കറിയാവുന്ന പോലെ ആരോഗ്യമന്ത്രിക്കെതിരായ KSU പ്രതിഷേധം, ആ പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധത്തിലാണ് സംസ്ഥാനം ഒട്ടാകെ CPM പ്രവർത്തകരും DYFI-യും SFI-യും ഒക്കെയും അതിനുള്ള പ്രതിഷേധത്തിലൊക്കെ തന്നെയാണ്. നേതാക്കളൊക്കെയും പ്രതിഷേധ സ്ഥലത്തുകളിലുമുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ചിന്തയുടെ പേര് കേട്ട് വന്നത് പക്ഷെ ഒരു മുദ്രാവാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അതിൽ ചിന്ത തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അതിലൊരു നടപടി വന്നിരിക്കുന്നു എന്നറിയുന്നു. വലിയ ഗുരുതരമായ ഒരു സംഭവമല്ലേ കേരളത്തിലുണ്ടായത്. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി സഖാവ് വീണ ജോർജ്, അങ്ങനെ ഒരു വനിതയായിട്ടുള്ള മന്ത്രിക്ക് നേരെ പൊതുപരിപാടികളൊന്നുമില്ലാതെ അവർ ഒരു യാത്ര ചെയ്യാനായി റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ഓടി വന്ന് ഇങ്ങനെ ആക്രമിക്കുന്നു. കഴുത്തിന് പരിക്കേൽക്കുന്നു, ആശുപത്രിയിലാകുന്നു. ഇത് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഇങ്ങനെ ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കുക എന്നുള്ളത്. ഞങ്ങളുമൊക്കെ പ്രതിഷേധം നടത്തിയിട്ടുള്ളവരാണ്, കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് കേസുകൾ ഉള്ളവരാണ്. പക്ഷേ മുമ്പ് ഒരിക്കലും ഇല്ലാത്തതുപോലെ എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രതിഷേധങ്ങളിലേക്ക് KSU-വും കോൺഗ്രസും പ്രതിപക്ഷവും പോകുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ഭയത്തിലാണ് കോൺഗ്രസ്. തുടർഭരണം ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നുള്ള ഒരു വലിയ സാധ്യത നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ കണ്ട് ഭയന്ന് എന്ത് മാർഗവും സ്വീകരിക്കാമെന്ന നിലയിലേക്ക് പ്രതിപക്ഷം എത്തുന്നു. അവസാനം നിലവിട്ട് കയ്യേറ്റം ചെയ്യുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള വൈകാരിക പ്രതിഷേധം കേരളത്തിലാകെ നടന്നു. ഞാൻ ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, 2 പ്രതിഷേധത്തിൽ ഞാൻ പങ്കെടുത്തു. ഗോവിന്ദമാഷെല്ലാം പങ്കെടുത്ത പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് DYFI-യുടെ പ്രതിഷേധത്തിലും പങ്കെടുത്തു. പ്രതിഷേധം നടക്കുമ്പോൾ വൈകാരികമായ മുദ്രാവാക്യം വിളികൾ ഉണ്ടാകും. അപ്പം അതിലെല്ലാം അന്നേരം തന്നെ ഇടപെടാനും അത് തിരുത്താനുമുള്ള ഒരു പൊളിറ്റിക്സും ലീഡർഷിപ്പും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. വളരെ മുന്നിലാണ് ഞാൻ ആ പ്രകടനത്തിൻ്റെത്. പിന്നിൽ നിന്ന് വന്ന മുദ്രാവാക്യം വിളി കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യം ആ ബഹളത്തിനിടയിൽ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ആ ആവേശത്തിൽ കേൾക്കുന്ന വൈകാരികമായ മുദ്രാവാക്യങ്ങൾക്കൊപ്പം വിളിച്ചു പോവുകയാണ്. പിന്നീട് ഞാൻ വളരെ നിശബ്ദമായി പോകുന്നു. എനിക്കൊപ്പം DYFI-യുടെ ബ്ലോക്ക് സെക്രട്ടറി സഖാവ് അഭിമന്യു ഉണ്ടായിരുന്നു. അഭിമന്യുവിൻ്റെ അടുത്ത് ഞാൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആ വിഷ്വലിൽ തന്നെ നമുക്ക് കാണാൻ. തീർച്ചയായും ചിന്ത പറയുന്നത് വളരെ കറക്റ്റാണ്. കാരണം ദൃശ്യങ്ങളിൽ തന്നെ നമുക്കറിയാം ചിന്ത അവിടെ മുദ്രാവാക്യം വിളിക്കുന്നില്ല, പുറകെ വരുന്നവരാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ തിരുത്തപ്പെടേണ്ടതല്ലേ ചിന്ത? 100%. അയ്യോ, നമുക്ക് ഇത്തരം മുദ്രാവാക്യങ്ങളോടൊന്നും യാതൊരു യോജിപ്പുമുള്ള ആളുകളല്ല, ഞാനെന്നല്ല ഇടതുപക്ഷ പ്രവർത്തകർക്ക് യാതൊരു യോജിപ്പുമില്ല. നമ്മൾ വളരെ ഒരു പ്രതിഷേധം നടത്തുന്ന സമയത്ത് നമ്മൾ ഉറപ്പായും പാലിക്കേണ്ടതായിട്ടുള്ള ജനാധിപത്യപരമായ മര്യാദകളുണ്ട്. അത് ഒരു മന്ത്രിയെ കയ്യേറ്റം ചെയ്ത വിഷയത്തിൽ ആ വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ. കാരണം വേറൊരു നിലയിലേക്ക് ചർച്ച തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ്. ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. അപ്പം ഞാൻ വന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചെല്ലാം കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ തന്നെ പല വേദികൾക്കകത്തും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്കകത്ത് പോലും നിലപാടുകൾ എടുക്കാൻ, അതായത് നമ്മൾ എത്രയോ കാലങ്ങളായി ചെയ്തു വരുന്ന പല കാര്യങ്ങൾക്കകത്ത് പോലും ഇപ്പം നമ്മളൊരു നിറത്തെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനകത്തിപ്പോൾ ചിറ്റമ്മ നയം എന്നുള്ള ഒരു പ്രയോഗം നമ്മളെപ്പോഴും നടത്താറുള്ളതാണല്ലോ. പക്ഷെ പ്രസംഗങ്ങളിൽ അറിയാതെ ചിലപ്പോൾ നമ്മൾ ഈ കേട്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ചിറ്റമ്മ നയമാണെന്നൊക്കെ പറയും. പക്ഷെ അതുപോലും പറയാൻ പാടില്ല. കാരണം അതൊക്കെ ഒരു സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും തിരുത്തിയൊക്കെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നതാണ്. അതുപോലെ മുടന്തന്യായം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ്, ഇതൊരു മുടന്തന്യായമാണെന്ന്. പക്ഷെ അത്തരം വാക്കുകൾ പോലും ഉപയോഗിക്കരുത് എന്ന പൊളിറ്റിക്സ് പറയുന്ന ഒരു പാർട്ടിയുടെ CPIM-ന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോൾ
സ്വാഭാവികമായി ഉണ്ടാകുന്ന തെറ്റുകൾ തിരുത്തി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു വൈകാരിക മുദ്രാവാക്യം വിളി ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ അത് തിരുത്താനും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളോടൊന്നും യോജിപ്പുള്ളവരല്ല ഞങ്ങളാരും. യെസ്, വ്യക്തമാണ്. ചിന്ത ഇപ്പം തിരഞ്ഞെടുപ്പ് കാലമാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി സാധ്യത പട്ടികയിൽ കേൾക്കുന്ന ഒരു പേര് കൂടിയാണ് ചിന്തയെടുത്തത്. ഇപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമുക്കറിയാം, അത് നല്ല നടത്തേണ്ടത് സംസ്ഥാന സമിതിയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി? എപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വന്നാലും CPIM തയ്യാറാണോ? തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾക്കെല്ലാവർക്കും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും അനുഭവവേദ്യമായ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ആ ഗവൺമെൻറ്റിന് ഒരു തുടർച്ച വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാലും ഇടതുപക്ഷം തയ്യാറാണ്. LDFിൻ്റെ നേതൃത്വത്തിൽ നല്ല നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അതാത് ഘട്ടങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കും. എനിക്ക് തോന്നുന്നു ആര് സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ നോക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നതാണ്. ആ ഒരു പക്ഷത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. വ്യക്തി എന്നതിനപ്പുറത്തേക്ക് പാർട്ടിക്കൊപ്പമാണ് ജനങ്ങൾ നിൽക്കുക. ജനങ്ങൾ അതാണ് കാണുക. കാരണം ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളാണല്ലോ ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സ്ഥാനാർത്ഥി പട്ടിക എന്നൊക്കെ നിങ്ങൾ പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു ഊഹത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കൊടുക്കുന്ന വാർത്തകളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷം ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കും. ഓക്കെ, ചിന്ത ഇപ്പം നമ്മൾ എല്ലാ പാർട്ടികളും, ഇപ്പം CPM ആവട്ടെ, അതേപോലെ കോൺഗ്രസ് ആവട്ടെ, UDF ആവട്ടെ, എല്ലാവരും നമ്മളെടുത്താലും വനിതകൾ എപ്പോഴും വരണം, വനിതകൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരണം, വനിതകൾ നയിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ വനിതാ പ്രാതിനിധ്യം നന്നേ കുറവാണ്. ഇപ്പം CPIMൻ്റെ നേതൃത്വത്തിൽ തന്നെ വനിതാ പ്രാതിനിധ്യം കുറവാണ്. ജില്ലാ സെക്രട്ടറിമാർ ഒരാൾ പോലുമില്ല. അപ്പോൾ ഇത്തവണയെങ്കിലും ഇതിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? നമ്മുടെ സമൂഹം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണല്ലോ. ആൺമേധാവിത്വം വളരെ വിധത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൻ്റെ പരിച്ഛേദം ഉറപ്പായും രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഉണ്ടാകും. പക്ഷേ CPM താരതമ്യേന കുറച്ചുകൂടി സ്ത്രീപക്ഷ നിലപാട് എടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് മുമ്പ് അങ്ങനെ വനിതകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പാർട്ടി തീരുമാനമെടുത്ത് തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വനിതകളെ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിച്ചു. അത് നടപ്പിലാക്കി പോകുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മിറ്റികൾക്കകത്ത് ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തുക, 40 വയസ്സിന് താഴെയുള്ള വനിതകളെ അല്ലെങ്കിൽ ചെറുപ്പത്തെ ഉൾപ്പെടുത്തുക, അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു പോകുന്നുണ്ട്. കുറേ കൂടി വേണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വേണം. എന്നാലും ഇപ്പം 21 വയസ്സുണ്ടായിരുന്ന ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയറായി തീരുമാനിച്ച പാർട്ടിയാണല്ലോ നമ്മുടെ പാർട്ടി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായ വകുപ്പ്, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ രണ്ടാം പിണറായി ഗവൺമെൻറ്റിനകത്ത് മന്ത്രിമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, വനിതാ മന്ത്രിമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, അതെല്ലാം നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇനിയും ഉണ്ടാകണം, ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും. അതിനുവേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും. അതിന് മാധ്യമരംഗത്തും ഞാൻ പലപ്പോഴും ഈ ചോദ്യങ്ങൾ വരുമ്പോൾ പറയാറുണ്ട്, രാഷ്ട്രീയത്തിൽ മാത്രമല്ല മാധ്യമരംഗത്തും ചീഫ് എഡിറ്റർമാരായും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കും ഒക്കെ സ്ത്രീകൾ വരണം. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലേക്കും വരണം. അതിന് നമ്മളൊരു സാഹചര്യം ഒരുക്കുക, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സാഹചര്യം ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായിട്ടും ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത്. യെസ്, ഇപ്പം സൈബർ അധിക്ഷേപം ഒരുപാട് ഏറ്റുവാങ്ങിയ ഒരാളാണ് ചിന്ത. സ്ത്രീകൾക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇപ്പം സത്യത്തിൽ സൈബർ അധിക്ഷേപങ്ങൾ തടയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എന്താവും അധിക്ഷേപങ്ങൾ തടയാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ തടസ്സം? സത്യത്തിൽ നമ്മുടെ സംവിധാനങ്ങളിൽ ഒരു പിഴവ് കൂടി ഇതിലില്ലേ ചിന്ത? നിയമങ്ങളുണ്ട്, പക്ഷെ നിയമങ്ങൾ കൊണ്ട് മാത്രം പാലിക്കപ്പെടാൻ പറ്റുന്ന ഒന്നല്ല ഇതെന്നാണ് എനിക്ക് വളരെ പേഴ്സണലായി തോന്നുന്നത്. കാരണം നമ്മളിപ്പം നിയമങ്ങളെന്ന് പറയുമ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിലയിലേക്ക് ആ നിയമങ്ങൾ കരിനിയമങ്ങളായി മാറാൻ പാടില്ല. അതുകൊണ്ടാണ് വലിയ തോതിലുള്ള കർശന നിയമങ്ങൾ ഉണ്ടാകരുതെന്നല്ല, ആ നിലയിലേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന നിയമങ്ങൾ ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആളുകൾക്ക് അഭിപ്രായം പറയാം. ഇപ്പം എന്നെ വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ വിമർശനങ്ങൾ സ്ത്രീവിരുദ്ധമാകുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക, കള്ളപ്രചരണങ്ങളാകുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഇന്നലെ തന്നെ ഞാൻ കണ്ടു, ഞാൻ ഇന്നലെ കമ്മിറ്റിയിലായിരുന്നു, ഡിവൈഎഫ്ഐയുടെ കമ്മിറ്റി. രാവിലെ മുതൽ ഏകദേശം നന്നായി വൈകിയാണ് തീർന്നത്. അപ്പോൾ ഇതിനിടയിൽ വീട്ടിൽ നിന്ന് അമ്മ എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. ഉച്ചഭക്ഷണ സമയത്ത് ഫോൺ എടുത്ത സമയത്ത് മമ്മി എന്നോട് ചോദിക്കുന്നത്, നീ ആരെയാണ് ചീത്ത പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് അത് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു പോസ്റ്റ് കാർഡ്
മാത്രം ഉത്തരവാദിത്തപ്പെട്ടൊരു ചാനൽ പുറത്തു വിടുകയാണ്, അസഭ്യം വിളിച്ച് ചിന്താ ജെറോം. അപ്പം ആ ഒരു പോസ്റ്റ് കാർഡ് കാണുമ്പോൾ സ്വാഭാവികമായും അസഭ്യം വിളിച്ചു എന്നുള്ളതാണ്. വേറൊരു ചാനലിൻ്റെ കാർഡെന്ന് പറഞ്ഞാൽ തെറി എന്നുള്ളത് ഇൻവേർട്ടഡ് കോമ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇച്ഛ ഇട്ടിട്ട് തെറിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, തെറിച്ച വാക്കുമായി ചിന്ത. അപ്പോൾ ഇത് കാണുന്നവർക്ക് തെറിയും ചിന്തയും ഇത് രണ്ടുമാണ് ഹൈലൈറ്റായി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഇങ്ങനെ കൺവേ ചെയ്യുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നവർക്ക് ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പദങ്ങൾ പ്രയോഗിക്കുന്ന വളരെ മോശപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകരെന്ന് പറയുമ്പോൾ തന്നെ അവരെ ആക്രമിക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. അപ്പം തെറി ഈസിക്കൽ ടു നമ്മുടെയൊക്കെ പേരിനെ ചേർത്ത് വയ്ക്കുക. അപ്പം ഒരു വൈകാരികമായ പ്രകടനം നടക്കുന്നു, അതിൻ്റെ പിന്നിൽ നിന്നൊരു മുദ്രാവാക്യം വിളി ഉണ്ടാകുന്നു, അതിൻ്റെ ഭാഗമായി അതിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ ആ പ്രകടനത്തിൽ പോകുന്ന സമയത്ത് അത് കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ പിന്നീടുണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് തിരുത്തി പോകുന്നൊരു സമയത്ത് അടുത്ത ദിവസം ഇതിങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നമുക്ക് നേരെ ഒരു ആരോപണമായി അഴിച്ചുവിടുക. എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന പണ്ട് പാർട്ടിയുടെ സമ്മേളനം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ കുപ്പികൾക്കകത്ത് നമ്മൾ ചൂടുവെള്ളം നിറച്ചു കൊടുത്തു. ആ വെള്ളം കുടിക്കുന്ന വീഡിയോ എടുത്തിട്ട് ബിയർ കുപ്പിയിൽ വെള്ളമെന്ന് പറഞ്ഞില്ല, ബിയർ കുപ്പിയിൽ ബിയർ കുപ്പിയിൽ നിന്ന് കുടിക്കുന്നു എന്ന് പറഞ്ഞാണ്. അന്നും ഇവിടെ ബൈറ്റ് എടുക്കാൻ വന്നവരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, ക്യാമറയുടെ എല്ലാം സുഹൃത്തുക്കൾ. അപ്പം അതുകൊണ്ട് അവർ ചിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ. അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാനുള്ളൊരവസരമാണ് സോഷ്യൽ മീഡിയ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇവരൊക്കെ വരുമ്പോഴാണ് ഇന്ന് പുതിയ വിവാദം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് ഇതാകുന്നത്. അപ്പം അതാണ് ജീവിതത്തിൽ ഇപ്പൊ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്തയുടെ ജില്ലയെ കൊല്ലത്ത് ഇത്തവണ രാവിലെ എന്തൊക്കെയാ പരിപാടി? ഇതൊക്കെ തന്നെയാണ് രാവിലെ, നമ്മളും ഇതേപോലെ രാവിലെ വരുന്നു, പരിപാടിയൊക്കെ ചെയ്യുന്നു, പോകുന്നു. ചിന്തയുടെ ജില്ലയെ കൊല്ലത്തെ പക്ഷെ ഇത്തവണ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ഇപ്പൊ കോർപ്പറേഷൻ ഭരണം അടക്കം കൈവിട്ടു പോയി. അപ്പം ഈ തിരിച്ചടിയൊക്കെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ മറികടക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് പാർട്ടിക്കുണ്ടോ? കോർപ്പറേഷൻ പരാജയം വളരെയധികം അത്ഭുതവും ഞെട്ടലും തോന്നുന്നതായിരുന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൊല്ലം കോർപ്പറേഷൻ നമ്മൾ പരാജയപ്പെടുക. പക്ഷെ അതിൽ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുകയല്ല ചെയ്തത്. തൊട്ടടുത്ത ദിവസം തൊട്ട് തന്നെ വീടുകളിലേക്ക് പോയി ജനങ്ങളെ കണ്ട് ജനങ്ങളുമായി സംസാരിച്ച് മണിക്കൂറുകളോളം വീടുകളിൽ ചിലവഴിച്ച് ഗൃഹസന്ദർശനം നടത്തി എന്താണ് കാരണങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അപ്പം അവിടെ പോയി നിരന്തരം ജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. പക്ഷേ മണിക്കൂറുകളോളം വീടുകളിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാൻ ഇവിടെ ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ കനകോലുവിൻ്റെയൊക്കെ ഒരു അജണ്ടയാണല്ലോ ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഓരോ പോയിന്റിലും പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നത്. നുണകളുടെ ഒരു പെരുമഴയല്ലേ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ. ഗോന്തമാഷ് ഇവിടെ കൊല്ലത്ത് പ്രകടനത്തിൽ പറയുന്നുണ്ടായിരുന്നു, റെക്കോർഡ് നുണ 9 എണ്ണമായിരുന്നു. ആ 9ഉം CPIM സംസ്ഥാന സെക്രട്ടറി അടുത്ത ദിവസം വസ്തുതകൾ വെച്ച് പൊളിച്ചെടുത്തു. അപ്പം ഇങ്ങനെ നുണ പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നുണ ഇങ്ങനെ കേട്ട് ജനങ്ങളുടെ മനസ്സിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാകും. പക്ഷേ അതിനെ തിരുത്താൻ കഴിയുന്ന ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് വസ്തുത എത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ മിഷനറി സജീവമായിട്ട് ഇപ്പോൾ ഉണ്ട്. കൊല്ലത്തും വളരെ മികച്ച സംഘടനാ സംവിധാനത്തോടു കൂടി പാർട്ടി ഇടതുപക്ഷവും മുമ്പോട്ട് പോവുകയാണ്. ഉറപ്പായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷ മനസ്സുള്ള ജില്ലയാണ്. നമുക്ക് ഇപ്പം 2 സീറ്റുകളിലാണ് നമ്മൾ പരാജയം നേരിട്ടത്. അപ്പോൾ അത് കൂടി അവിടെ കൂടി വിജയിച്ച് മുമ്പോട്ട് വരാൻ കഴിയുന്ന വിധത്തിലേക്ക് കൊല്ലത്താകെ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി അത് നേടാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ആ പ്രതീക്ഷ അങ്ങനെ തന്നെ നടക്കട്ടെ. ചിന്ത ഇപ്പോൾ ഞാനൊരു ക്ലോസ് ഫ്രെയിമാണ് ചിന്തയുടെ കാണുന്നത്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗി. ഇത് വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ചിന്തയാണോ അതോ പിന്നിൽ മമ്മിയുടെ കരങ്ങളാണോ? ഇതെല്ലാം മേടിച്ചുകൊണ്ട് വരുന്ന ഞാനാണ്, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന മമ്മിയാണ്. മമ്മിക്ക് ഭയങ്കര ഇങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാം അടിപൊളിയാക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇതുപോലെയൊക്കെയുള്ള ചെറിയ വലിപ്പത്തിലെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ വാങ്ങി ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും. ഇത് ചൈനയിൽ പോയപ്പോൾ കിട്ടിയ കപ്പാണ്. അപ്പം ഗുഡ് മോർണിംഗ്. ആ കപ്പിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ചൈനീസ് കപ്പിന്
അങ്ങനെ പോകുന്നു. അതെ 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 അതെ, ഈ ചൈനീസ് ഭാഷയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതൊരു ചൈനയുടെ ഒരു ഓർമ്മയാണ്. എന്താ പറയുന്നത്? ഒരു ദിവസം ചേഗുവേരയുടെ ചിത്രങ്ങളുണ്ട് മുകളിൽ. ഒരു ദിവസം വീട്ടിലേക്ക് വരൂ. ഓ, ഉറപ്പായിട്ടും വരാം. നമുക്ക് ഇവിടെ വളരെ ചെറിയ വീടാട്ടോ, വളരെ ചെറുതെന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വയ്ക്കാൻ തന്നെ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും മമ്മി അത് വളരെ ക്യൂട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മണി പ്ലാന്റ് ഒക്കെ മമ്മിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും എനിക്ക് തോന്നുന്നു വീട്ടിലെ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും. ഏതെങ്കിലും വീട്ടിൽ പോയാൽ ചെടികളായിരിക്കും വീട്ടിൽ തിരിച്ചു കൊണ്ടുവരുമ്പം കൈ നിറയെ ആ വീട്ടിലുള്ള ചെടികളായിരിക്കും. എന്റെ വീട്ടിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എറണാകുളം ഗസ്റ്റ് ഹൗസില് അവിടെ ഇങ്ങനെ ഒരുപാട് മണി പ്ലാന്റ് ഉണ്ട്. അപ്പം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ നേരം മമ്മി അവരോട് ചോദിക്കുക, ഇച്ചിരി മണി പ്ലാന്റ് ഒടിച്ചെടുത്തോട്ടെ. ഞാൻ പറഞ്ഞു, അമ്മ ഇവിടുന്ന് എടുക്കണ്ട, നമുക്ക് വേറെ വാങ്ങാവുന്നു. അമ്മമാർക്ക് പൊതുവെ അങ്ങനെയാണല്ലോ. എനിക്കും ഇഷ്ടമാണ്. പിന്നെ സമയക്കുറവ് കൊണ്ട് ഇതൊന്നും അങ്ങനെ. ഓക്കെ, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? രാവിലെ വരണം, ഒരു ദിവസം ഉറപ്പായിട്ടും വരണം. ഓ ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ല, കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ചിന്ത, അപ്പം ഹാവ് എ ഗുഡ് ഡേ. അപ്പം നമുക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും.